ഹലോ, ഹെൽത്ത് മീലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഇതേ രാത്രിയിൽ എന്റെ അടുക്കളയിൽ വന്ന് നോക്കിയാൽ പാതകത്തിൽ കാണുന്ന കാഴ്ച ഇതാണ്. രാവിലെ കുടിക്കാനായിട്ട് ചില ദിവസം രണ്ടുപേർക്കും ചിയാസീഡ് ആയിരിക്കും, രണ്ടുപേർക്കും അത്തിപ്പഴമായിരിക്കും. ഇന്ന് ചെയ്തിരിക്കുന്നത് എനിക്ക് ചിയാസീഡും ജോസാൻ അത്തിപ്പഴമാണ്. ബദാം രണ്ടുപേരോട് ഡിവൈഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ ജോസാൻ പറഞ്ഞു നാളെ എനിക്ക് ചിയാസീഡ് വേണ്ട, അത്തിപ്പഴം മതി എന്ന്. ചിലപ്പം കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതായിരിക്കും വെള്ളത്തിൽ ഇടുന്നത്. ഏതാണോ യുക്തിക്കനുസരിച്ച് ഓരോ ദിവസവും ചെയ്യും. അപ്പൊ രാവിലെ എണീറ്റാണ്ടിലുടനെ വെറും വയറ്റിൽ അത് വെള്ളവും കുടിച്ച്, അത്തിപ്പഴമാണെങ്കിൽ അത് പിഴിഞ്ഞ് അത് വെള്ളവും ആ അത്തിപ്പഴം കൂടെ ആയിരിക്കും കുടിക്കുന്നത് കേട്ടോ. അതും ബദാമും കഴിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും വിശക്കില്ല. രാവിലത്തെ ഇതായിരിക്കും. ഇത് റെഗുലർ ആയിട്ടുള്ളവർക്കറിയാം. ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിൽ ധാരാളം ചെടികളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബിസിനസ് തുടങ്ങിയതിൽ പിന്നാണ് ചെടികളെല്ലാം നശിച്ചു പോയത്. കാരണം ചെടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് നട്ടുവെച്ചിട്ട് അങ്ങ് പോയാൽ പോരാ. അതിനെ നന്നായിട്ട് പരിപാലിക്കണം, വെള്ളമൊഴിക്കണം, പുഴുക്കളുണ്ടോ നോക്കണം, അതിന് വേണ്ടുന്ന രീതിയിൽ അതിനെ പരിചരിക്കണം, അതിന്റെ കൂടെ കുറെ സമയം ചെലവഴിക്കണം. എങ്കിലേ ചെടികൾ നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ എന്റെ എല്ലാ ചെടികളും നശിച്ചു പോയി. അപ്പൊ വീണ്ടും ഒരാഗ്രഹം, കുറച്ച് ചെടികളൊക്കെ മേടിച്ച് വളർത്തണം എന്ന്. അങ്ങനെ ഞങ്ങള് ഗ്രീൻ വാലി, അതായത് കൊട്ടാരക്കരയിൽ നിന്നും ആയു പോകുന്ന റൂട്ട്, രണ്ട് ഗ്രീൻ വാലി ഉണ്ട്. ഒരെണ്ണം പനവേലിയിലും ഉണ്ട്, ഒരെണ്ണം പുലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞങ്ങൾ അവിടെയാണ് പോയത് കേട്ടോ, പുലിക്കോട്. മറ്റേടത്തേനേക്കാളും എനിക്ക് തോന്നുന്നു പനവേലിലുള്ളതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് ഇതെന്ന് തോന്നുന്നു. ഏക്കർ കണക്കിന് കിടക്കുവാണ് കേട്ടോ. ഏതെടുക്കണമെന്നറിയത്തില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂക്കളുള്ള ചെടികളായിരുന്നു കൂടുതലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൂക്കൾ കുറവാണ്. ഇലച്ചെടികളോടാണ് എല്ലാവർക്കും താല്പര്യം. എനിക്ക് പക്ഷെ പൂക്കളുള്ളതിനോടാണ് താല്പര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ പക്ഷെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ പൂക്കളുള്ളതൊന്നും കിട്ടില്ല. പണ്ട് കുറേ ഉണ്ടായിരുന്നല്ലോ, റോസ കൂടാതെ എന്തെല്ലാം ടൈപ്പായിരുന്നു. സീനിയ, ഡാലിയ. ഡാലിയൊന്നും കാണാനേ ഇല്ല ഇപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ പല ചെടികളായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പരിപാലിക്കാൻ എളുപ്പം ഇലച്ചെടികളാണെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അങ്ങനെ എന്തായാലും കുറെ ചെടികൾ മേടിച്ചു. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കേറിയിട്ട് ഒരു 3 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഏതെടുക്കണോന്നറിയത്തില്ല, എങ്ങനെ എടുക്കണോന്നറിയത്തില്ല. നല്ല വിലയുണ്ട് കേട്ടോ. പണ്ടത്തെ കാലമൊന്നുമല്ല. അതോ പണ്ടോട്ടെ ഇങ്ങനെ ആണോന്നും എനിക്കറിയില്ലേ. ഓണല്ലായിരുന്നു, പിടിച്ചോണ്ട് നടക്കുമായിരുന്നു. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണം. മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്. ഇത് രണ്ടല്ലേ ഉള്ളൂ. ഇത് ഇച്ചിരി ബുഷിയ. ഇതിന് എത്ര റേറ്റ്? തൽക്കാലം അത് മതി. പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്നെടുക്കാം. കൂടുതൽ എടുക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ടോ? അല്ല, അത് ചട്ടിക്കകത്ത് മാറ്റണ്ടേ? മണ്ണിന് ബുദ്ധിമുട്ടാണേ, അതാണ് പ്രശ്നം. എടുത്തോ എനിക്ക്. വണ്ടി ഇനി അകത്ത് വരുമായിരുന്നല്ലോ. വണ്ടി അകത്ത് വരുമായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം. ഈ കാണുന്നതൊക്കെ എന്റെ അറിവിൽ, എന്റെ ഭാഷയിൽ കടലാസ് ചെടിയാണ് കേട്ടോ. എന്റെ കുഞ്ഞിലെ കടലാസ് ചെടി ഞങ്ങളുടെ വെള്ള കളറ്, പിങ്ക്, ചുമപ്പ്, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഏതൊക്കെ പേരുകളിൽ, ഏതൊക്കെ കളറുകൾ, ഏതൊക്കെ വെറൈറ്റികളാണെന്നറിയുമോ. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ മണമില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇത് ഈ ബുഷ് ഓറഞ്ച് ആണോ? അതിന് നല്ല വെയിൽ വേണോ? ഇല്ലയോ? അതാണ് പ്രശ്നം. വെയിൽ കുറവാണ്. ഒത്തിരി പൊക്കം വെക്കുവോ? മേടിച്ചിട്ട് കാര്യമില്ല, പക്ഷെ നമുക്ക് സ്ഥലമില്ലല്ലോ. സ്ഥലമുണ്ട്, മൊത്തം റബ്ബറാണ്. എല്ലാവരുടെയും ചോലയാ മൊത്തം.
അതെങ്ങനെ ഒന്നിന്റെ പേരറിയത്തില്ല, മേടിക്കുവോ? അത് മേടിക്കണം എനിക്ക്, രസമുണ്ട്. അത് വലുതാവുന്നതാണ്. കുറച്ച് വലുതാണ്, ഇച്ചിരി വലുതാണ്. പക്ഷെ നല്ല ഭംഗിയാട്ടോ കാണാൻ. ലൈറ്റൊക്കെ ഇടാനുള്ള ഇതിന് എങ്ങനെയാ റേറ്റ്? ഈ വലുതിന്, ഈ വലുതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ? എഡിറ്റ് ചെയ്തപ്പോൾ കുറേ ഭാഗങ്ങൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങൾ സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ പാട്ട് കോപ്പിറൈറ്റ് വരുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. റോസ് ഇഷ്ടംപോലുണ്ട്, നല്ല പട്ട റോസുകള്, നല്ല എന്താണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല തൈകളാണ് കേട്ടോ. ഞാൻ കുറെ മേടിച്ചിട്ടുണ്ട്, മേടിച്ചതൊക്കെ പിന്നെ കാണിക്കാം എന്തൊക്കെയാണെന്ന്. അതെത്ര? ഇതും പൂ കഴിയുമ്പോൾ കട്ട് ചെയ്ത് വിടണം അല്ലേ? മാത്രം മതി. പൂ കഴിഞ്ഞു പോയാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പറ്റി അങ്ങ് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഇത് അല്ല ഇല ആ കട്ട് ചെയ്ത ഭാഗം തൊട്ട് ഇല വന്ന് നിറച്ച് പൂ പോകും. 550. അതുകൂടെ എടുത്തു. പിന്നെ അത് വേണോ? ഫൈറോപ്പാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വെറൈറ്റി, അത് 390. വേണ്ട, ചുവപ്പ് മതി. ഇനി അങ്ങോട്ടല്ലേ ഇതേ സൈസ് തന്നെയല്ലേ? ചെല്ലുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഓരോ സ്റ്റാഫ് വെച്ച് കൂടെ ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റാഫ് നല്ലതായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും എന്താണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടുത്തെ സ്റ്റാഫിൽ ഡിപ്പെൻഡ് ആണ് നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കണോ വേണ്ടയോ എന്നുള്ളത്. ചിലർക്കൊക്കെ എന്തെങ്കിലും സാധനം എടുത്ത് കാണിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, പറഞ്ഞു തരാൻ മടിയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ നമുക്ക് കിട്ടിയ നല്ലൊരു കൊച്ചായിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സെയിലും നടക്കും. ഇതുപോലെ നിറച്ച് പൂ വരുന്നത് ബ്രീസാ റെഡ് എന്ന് പറയും. ഇതിന് സ്റ്റമ്പിനകത്ത് നിറച്ച് പൂവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേ കളറാവും, ഒരു വെറൈറ്റി കളർ, പക്ഷേ ഇല ചെറുതായിരിക്കും. അതിന്റെ റേറ്റ് എത്ര? ഇത് 850. ഓ വേണ്ട, ഇച്ചിരി കൂടി തന്നെ വാങ്ങും. ഇതല്ലേ നമ്മൾ എടുത്തേ? അല്ല, നമ്മൾ എടുത്തില്ലല്ലോ. ആണോ? ഇതിന്റെ പേരെന്തുവോ? അത് ടഗ്ലോൺ വെറൈറ്റി. എല്ലാം മേടിക്കും, ഒന്നിന്റെ പേരറിയത്തില്ല. അതിനെത്ര? അത് 390. ഒന്നെടുത്തേ അതിങ്ങോട്ട്. ടഗ്ലോൺ. ടഗ്ലോൺ പൂവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഇടയ്ക്ക് നല്ല മഴ ആയതുകൊണ്ട് പൂ വരാൻ ഇച്ചിരി ഒന്ന് ലേറ്റായി. പൂവായി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ എല്ലാം പൂ വരും. ഇതിന്റെ വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഉള്ളത് വേറെ നോക്കി എടുക്കാം. ഇതിന്റെ കുറച്ചുകൂടി പൂ ഉള്ളത് എന്താ ഇവിടെ ഏതാന്ന് തോന്നല്ലയോ? ആയിരിക്കുന്നൊക്കെ ഏതാന്ന്? ഇതാണ്. ഇത് സെയിം റേറ്റ് ആണോ? ഇതും അതിന്റെ തന്നെ വേറെ കളറോ? ഇത് ഓറഞ്ച്, ഇത് ഫൈറോപ്പാൽ എന്ന് പറയും. ഇത് ഓറഞ്ച് കളർ വരുന്നത്. കുറച്ച് ഇത് വിരിയാനുണ്ട്. ഇത് ഇച്ചിരി എല്ലാം നല്ല കണക്ക് വിരിയാനുള്ളതാ ഈ സൈസ്. ഇത് നല്ല കണക്ക് വിരിയും. ഇത് ചെറിയ പൂവ്. അത് അധികം അങ്ങോട്ട് വലുതാവുന്ന സൈസ് അല്ല, ഒരുപാട് വിരിഞ്ഞ് വരത്തില്ല. ഇതിനെത്രയാ? ഇത് 390. ഇത് അത് 390. അത് രണ്ടും എടുത്തു. ഇതിൽ ചിലതൊക്കെ 390 എന്ന് പറഞ്ഞെങ്കിലും ബില്ലിട്ടപ്പോ 490, 450 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്തോ റേറ്റ് ആണെന്നറിയാമോ ചെടികളൊക്കെ. ഞാനെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ടില് സിറ്റ് ഔട്ടിന്റെ അവിടുത്തെ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെ താഴെ 2 സൈഡിലും വെക്കാനായിട്ട് നല്ല ഇലച്ചെടികൾ കിട്ടുമല്ലോ. അതിന്റെയൊക്കെ വില ചോദിച്ചപ്പോ 5000, 6000, 9000, 12000 ഞെട്ടിപ്പോയി വില കേട്ടിട്ട്. പറഞ്ഞോ.
എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് വളം ആ ഇത്രയും വേണം ചെടികളെല്ലാം നടുന്നതിന് മിക്സ് ചെയ്യുന്നതിന്. എന്താ വേണം എല്ലാം ഒരു പാക്കറ്റ് എടുക്കട്ടോ. എങ്ങനെയാ വില? 2 കിലോ എല്ലുപൊടിക്ക് 90 രൂപ, 2 കിലോ വേപ്പിൻ പിണ്ണാക്കിന് 100 രൂപ, 5 കിലോ കമ്പോസ്റ്റ് വളത്തിന് 100 കമ്പോസ്റ്റ് എന്തെങ്കിലും ഉണ്ട് വീട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എടുത്തു. ഇത് വേണോ? ചകിരി കമ്പോസ്റ്റ് വേണോ? ഹലോ 1 കിലോയ്ക്ക് 15. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക അങ്ങോട്ട് ചകിരി വന്നോണ്ടിരിക്കുക ചോറ് നനച്ച് എടുക്കുന്നില്ലേ ഈ ചകിരി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത്? ഉണ്ടോ? അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാവും. അപ്പൊ മറ്റേത് രണ്ടും എടുക്കും. മതി. ഉണ്ടല്ലോ. ഓക്കെ, ഒരു അരമണിക്കൂറും കൊണ്ട് എത്തും. സ്റ്റിക്ക് ഏത് കളർ വേണം മേഡം? ബ്ലാക്ക് മതിയോ? ബ്ലാക്ക് മതി, ബ്ലാക്ക് മതി. ബ്ലാക്ക് വെള്ളം എടുത്തു, മറ്റത് എടുത്തു. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറിയതാണ് കേട്ടോ. എല്ലാം കണ്ട് പറക്കി കെട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 മണി കഴിഞ്ഞു. അവിടെ നിന്നാ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. ഒരു ഈവനിങ് ടൈമിലൊക്കെ പോയാൽ നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. എവിടെ തിരിഞ്ഞാലും ബെഞ്ചുകളുണ്ട്, ഇരിക്കാനായാലും ചെറുത്താനും പറയാനായാലും. അതിനിടയ്ക്കൊക്കെ സാധനവും മേടിക്കാം. അതിൻ്റെ കൂടെ പാട്ടുകൾക്കൊക്കെ കേട്ടേ ഇങ്ങനെ ഇരിക്കുമ്പോ സമയം പോകുന്നേ അറിയത്തില്ല. എത്രയൊക്കെയാണേലും നമ്മുടെ വീട്ടിലായാലും ഒരു ചെടി ഉണ്ടെങ്കിലും അതിന്റെ കൂടി ചില നേരം ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ് ഫീൽ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയാണോ? കാരണം ഇപ്പം എന്റെ ദിവസങ്ങള് രാവിലെയും വൈകിട്ടും കുറേ നേരം ഇവരോടൊപ്പം ചെലവഴിക്കലാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരെ നന്നായിട്ട് പരിപാലിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരവരുടെ പാട്ടിന് പോകും, നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. എന്തായാലും കുറെ ചെടികളൊക്കെ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരുന്നു ലാസ്റ്റ് കസ്റ്റമേഴ്സ്. കാരണം അത് അവരുടെ സമയം തന്നെ 6 മണിയോ 6:30യോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ അതിന് മുമ്പ് വരുന്നവരെല്ലാം വിട്ടിട്ടല്ലേ ഇവർക്കും പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും കുറേ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു. ഇനി ഒന്നുകൂടി പോണോന്ന് വിചാരിക്കുന്നു. കുറച്ച് ചട്ടികളൂടൊക്കെ മേടിക്കണം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള്. ബാക്കി കാര്യങ്ങള് ഞാൻ പുറകാലെ കാണിക്കാമേ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. ബൈ, ഗോഡ് ബ്ലസ് യു.